മനുഷ്യ മനസ്സുകൾ നന്നാകുമ്പോഴാണ് ഈ ലോകം അനുഗ്രഹമായിട്ട് മാറുക. ഒരിക്കലൊരു കുഞ്ഞ് തനിക്ക് കളിക്കുവാനായിട്ട് കൂട്ടുകാരൊന്നുമില്ലാതെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ അപ്പച്ചൻ ജോലി കഴിഞ്ഞ് മടുത്ത് കയറി വരുന്നത്. കുഞ്ഞ് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു, അപ്പച്ചനെ കൂടെ കളിക്കുവാനായിട്ട് വിളിച്ചു. ഒരുപാട് മടുത്ത് അവശനായ അപ്പൻ ഇപ്രകാരം ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭൂപടം കീറി 5-6 കഷണമാക്കിയിട്ട് കുഞ്ഞിന് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഭൂപടം ശരിയാക്കുമ്പോൾ എന്നെ വിളിക്കുക, ഞാൻ കൂടെ കളിക്കാൻ വരാം. അല്പനേരമൊന്ന് മയങ്ങാമെന്ന് കരുതി അപ്പൻ തൻ്റെ മുറിയിലേക്ക് കയറി. വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞ് വന്ന് അപ്പനെ വിളിക്കുകയാണ്. ഈ ഭൂപടം ശരിയാക്കിക്കൊണ്ടാണ് കുഞ്ഞ് കടന്നു വരിക. അപ്പൻ അതിശയിച്ചു പോയി. അപ്പൻ ചോദിച്ചു, കുഞ്ഞാ, നീ എപ്രകാരമാണ് ഇത്ര പെട്ടെന്ന് ഇത് ശരിയാക്കിയത്? ആ കുഞ്ഞ് പറഞ്ഞു, അപ്പാ, ഈ ഭൂപടത്തിൻ്റെ പിറകിൽ ഒരു മനുഷ്യൻ്റെ പടമുണ്ടായിരുന്നു. ഞാനത് ശരിയാക്കിയപ്പോൾ ഈ ഭൂപടവും ശരിയായി. സ്നേഹമുള്ളവരെ, മനുഷ്യ മനസ്സുകൾ, മനുഷ്യജീവിതം അനുഗ്രഹമാകുമ്പോഴാണ്, നന്മയുടേതാകുമ്പോഴാണ് നാം ആയിരിക്കുന്ന ഇടങ്ങളും അനുഗ്രഹമാവുക. നമ്മുടെ ഭവനം, നമ്മുടെ നാട്, സമൂഹം, ചുറ്റുവട്ടങ്ങൾ, ഈ ലോകം മുഴുവനും അനുഗ്രഹമായിട്ട് മാറുകയാണ്. വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗം. വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ലോകം മുഴുവനും നേടിയാലും മനുഷ്യൻ തന്നെ നശിപ്പിക്കുകയോ നഷ്ടമാക്കുകയോ ചെയ്താൽ അവനെന്തു പ്രയോജനം? നാമൊക്കെ ഇന്ന് ഒരുപാട് നേടാൻ വേണ്ടി ഓടുന്നവരാണ്, നെട്ടോട്ടം ഓടുകയാണ്. വെമ്പൽ കൊണ്ട് ഓടുമ്പോഴൊക്കെ പലപ്പോഴും നഷ്ടമാക്കുന്നത് ദൈവികമായ കൃപയാണെന്ന് തിരിച്ചറിയുവാൻ നാമൊക്കെ പരാജയപ്പെടുകയാണ്. ഒരുപാട് നന്മ നമ്മൾ ചെയ്യുന്നുണ്ട്, കൊടുക്കേണ്ടതൊക്കെ നാം കൊടുക്കുന്നുണ്ട്. വീടിന് അവകാശപ്പെട്ടത്, കൂട്ടുകാർക്ക് അവകാശപ്പെട്ടത്, മക്കൾക്ക് അവകാശപ്പെട്ടത്, ശരീരത്തിന് വേണ്ട ഊർജവും ഭക്ഷണമൊക്കെ നാം കൊടുക്കുമ്പോഴും ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. സ്നേഹമുള്ളവരെ, ദൈവവചനമാകുന്ന വലിയ ഭക്ഷണമാണ് ആത്മാവിൻ്റെ ഉണർവിന് കാരണമായി മാറുക. ദൈനംദിന ജീവിതത്തിൽ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് എന്തെല്ലാം നേടിയെടുത്താലും ദൈവികമായ കൃപ കൂടെ ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ നമുക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായിട്ട് മാറുക. പ്രിയമുള്ളവരെ, എല്ലായ്പ്പോഴും ദൈവസന്നിധിയോട് ചേർന്നിരുന്ന് പോകുന്നവരായി മാറുവാൻ ഇന്ന് വചനത്തിൽ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ശൂന്യനാക്കി തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന്. നമുക്കൊക്കെ ഇന്ന് കുരിശ് ചുമക്കുവാൻ മടിയാണ്. എപ്രകാരം അതിനെ ഒഴിവാക്കാമെന്ന് നാമൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ കുരിശിൻ്റെ വഴിയിൽ ഈശോ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. കുരിശുകൾ എപ്രകാരം ഒഴിഞ്ഞു മാറണമെന്നല്ല, മറിച്ച് എപ്രകാരം ജീവിത കുരിശുകൾ പേറിക്കൊണ്ട് മുമ്പോട്ട് പോകാമെന്നാണ് ഈശോ പഠിപ്പിച്ചത്. നമ്മുടെ ജീവിത മേഖലയിലുമൊക്കെ ജീവിത കുരിശുകൾ ഉണ്ടാകുമ്പോൾ അവയെ നന്മയിൽ സ്വീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദൈവത്തോട് കൂടെയാകുവാനായിട്ടും എല്ലായ്പ്പോഴും ആത്മാവിന് കൃപയുണ്ടാകുന്ന, ആത്മാവ് നഷ്ടപ്പെടുത്താതെ നന്മയിലേക്ക് പോകുന്ന ഒരു ജീവിതമാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ജീവിതത്തിൻ്റെ ഇടങ്ങളുടെ എല്ലാ കുറവുകളെയും ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നാളെയുടെ പ്രഭാതം അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.